ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ് Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പം നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മളെ കോശങ്ങളെ തന്നെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ വെള്ളപ്പാണ്ട് എന്ന് പറയുമ്പം നമ്മളെ ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അതായത് ശരീരത്തിൽ ജനറലൈസ്ഡ് ആയിട്ട് ഉണ്ടാവാം, ചില ഏരിയാസിൽ മാത്രമേ ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ സെഗ്മെന്റ് ആയിട്ടും ഉണ്ടാവാം. അങ്ങനെ പല ഏരിയാസിലും വെള്ള കളറിൽ, അതായത് വെള്ള പിങ്ക് കളറിലൊക്കെ ഉണ്ടാവുന്ന ഒരു തരം പിഗ്മെന്റേഷൻ, അതായത് വൈറ്റിഷ് പിഗ്മെന്റേഷൻ ആണ് ഈ വിറ്റിലിഗോ എന്ന് പറയുന്നത്. നമ്മളെ ബോഡിയിൽ പിഗ്മെന്റ്, അതായത് ബോഡിക്ക് കളർ കൊടുക്കുന്നത്, അതായത് നമ്മളെ ഹെയർ, സ്കിന്ന്, ഐസിനൊക്കെ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ. മെലാനിൻ ഉണ്ടാക്കുന്നത് മെലാനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോശങ്ങളിൽ നിന്നാണ്. അപ്പം ഈ ഒരു മെലാനിന്റെ പ്രൊഡക്ഷൻ, ഉൽപാദന ശേഷി, അതിന് ആ മെലാനിൻ പ്രൊഡക്ഷൻ ഇല്ലാതാവുമ്പോഴാണ് നമ്മളെ ബോഡിയിൽ വിറ്റിലിഗോ എന്നൊരു രോഗം വരുന്നത്. അതായത് ആ ഒരു പിഗ്മെന്റ്, അതായത് ബോഡിക്ക് പിഗ്മെന്റ് കൊടുക്കുന്ന ആ ഒരു മെലാനിൻ ഇല്ലാത്തൊരവസ്ഥ, അവിടെ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ വിറ്റിലിഗോ എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഒരു 30% ഇതൊരു ജെനറ്റിക് ഫാക്ടറും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഈ വിറ്റിലിഗോ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. നമുക്ക് മറ്റെന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടെങ്കിൽ, തൈറോയിഡ്, SLE അല്ലെങ്കിൽ ഡയബറ്റിസ്, അങ്ങനെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു 30% ഇത് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ, അമിതമായിട്ടുള്ള സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ ഒരു മെലാനോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെലാനിന്റെ പ്രൊഡക്ഷൻ ഉൽപാദനം കുറയുകയും അങ്ങനെ വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരു മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ബോഡിയിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. ഈ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലമാണ് നമ്മളെ ബോഡിയിൽ പെർനീഷ്യസ് അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള അനീമിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മൾ കൂടുതലായിട്ടും കെമിക്കൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സിനൊക്കെ എക്സ്പോഷർ ആയിട്ടുള്ള, എന്തെങ്കിലും ഫാക്ടറീസിലൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ കൂടുതലായിട്ടും ഈ കെമിക്കൽസിനൊക്കെ കൂടുതലായിട്ട് എക്സ്പോഷർ ആവും. അപ്പൊ അങ്ങനെയും അവരുടെ ബോഡിയിൽ ആ ഒരു മെലാനോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ കുറയുകയും അങ്ങനെ ഒരു ഡീപിഗ്മെന്റഡ് അവസ്ഥ വരികയും ചെയ്യുന്നു. മറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പോലെ ഈ ഒരു രോഗം, ഈ ഒരു വിറ്റിലിഗോ അല്ലെങ്കിൽ ല്യൂക്കോഡെർമ എന്ന് പറഞ്ഞ ഒരു വെള്ളപ്പാണ്ട് സ്പ്രെഡ് ചെയ്യാനുള്ള യാതൊരു ചാൻസും ഇല്ല. അതേപോലെ തന്നെ ഇത് അത്ര അപകടകരമായിട്ടുള്ള ഒരു രോഗമല്ല, ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. നമ്മളെ ബോഡിയിലെ മെലാനിൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു രോഗം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. പലർക്കും ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവർക്കൊരു ഷൈ ഉണ്ടാവും, അതായത് സൊസൈറ്റിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ അവർ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും, ഭയങ്കര നെർവസ് ആയിരിക്കും. അതായത് അവരെ കൈകളിലും കാലുകളിലും ഒക്കെ ഇത്തരം ഒരു പിഗ്മെന്റേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് സൊസൈറ്റീനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വളരെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കണം. ആ ഒരു മെന്റൽ ഇഷ്യൂസ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ പ്രോപ്പർ കൺസൾട്ടേഷൻ എടുത്തിട്ട് ആ ഒരു മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു വിറ്റിലിഗോ എഫക്ട് ചെയ്യുന്ന ഏരിയാസ്, ഏതൊക്കെ റീജിയൻസിലാണ് ഇതിന് പ്രധാനമായിട്ടും എഫക്ട് ചെയ്യുന്നത് നോക്കാം. പ്രധാനമായിട്ടും ഇത് കണ്ണിന് ചുറ്റുമായിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ലിപ്സിന് ചുറ്റുമായിട്ട് വരാം. പ്രധാനമായിട്ടും കൈകളിൽ ഈ ഒരു സർഫസിൽ വരാം, കാലിൽ വരാം. അങ്ങനെ പല ഏരിയസ്, ജെനൈറ്റൽ റീജിയൻസിലും, മെയിൽസിലും ഫീമെയിൽസിലും ജെനൈറ്റൽ റീജിയൻസിലൊക്കെ ഈ ഒരു വിറ്റിലിഗോന്റെ ഒരു പിഗ്മെന്റേഷൻ കാണപ്പെടുന്നതാണ്. ഈ ഒരു വിറ്റിലിഗോ പ്രധാനമായിട്ടും എഫക്ട് ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അപ്പൊ ആ ഒരു നമുക്ക് വിറ്റിലിഗോ വരാനുള്ള ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും സ്കാർ അല്ലെങ്കിൽ മുറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു വൈറ്റ് കളർ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സൈനാണ് നമ്മളെ ബോഡിയിൽ വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വിറ്റിലിഗോ ആണെന്ന് കരുതി നമ്മൾ പല അസുഖങ്ങളും ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഇഡിയോപ്പതിക് ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് എന്ന് പറയുന്നത്. ഇഡിയോപ്പതിക് ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ ചെറിയ കുത്തുകൾ, ഒരു പിൻ പോയിന്റ് സൈസ്, അതായത് 0.5 അല്ലെങ്കിൽ ഒരു 1/2 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു സൈസ് രീതിയിലുള്ള ഒരു പിഗ്മെന്റേഷൻ വരുവാണെങ്കിൽ അത് ഇഡിയോപ്പതിക് ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് എന്ന് പറയും. അതേപോലെ കുട്ടികളിലാണെങ്കിൽ നേവിയസ് പിഗ്മെന്റേഷൻ എന്ന് പറയും. അതായത് ഒരു മറുക് പോലെ ചെസ്റ്റ് റീജിയനിലൊക്കെ കുട്ടികളിൽ ഒരു വൈറ്റ് പാച്ചസ് പോലെ കാണപ്പെടുകയാണെങ്കിൽ അതിന് നേവിയസ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്നു. അതേപോലെ തന്നെ കോണ്ടാക്ട് ല്യൂക്കോഡെർമ, നമ്മൾ എന്തെങ്കിലും കെമിക്കൽസിന്, എന്തെങ്കിലും പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂട്ടൻസിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെന്റ്സിനൊക്കെ കൂടുതലായിട്ട് എക്സ്പോഷർ ആയി കഴിഞ്ഞു
കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ ഈ ഒരു വൈറ്റ് പാച്ചസ് ആയിട്ട് കാണപ്പെടാം. അത് എല്ലാ ഏരിയാസിലും ഇല്ല, ചില റീജിയൻസിലും മാത്രമേ ഈ ഒരു കോണ്ടാക്ട് ല്യൂക്കോഡെർമ വരിക. അപ്പം അതോടൊപ്പം തന്നെ പിട്രിയാസിസ് അൽബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വൈറ്റ് പാച്ചസ് ആയിട്ട് കുട്ടികളിൽ, അതായത് 10 വയസ്സ് മുതൽക്കുള്ള കുട്ടികളിൽ കാണപ്പെടുന്നതാണ് പിട്രിയാസിസ് അൽബ. അപ്പൊ ഇത്തരം രോഗങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പം പല ആളുകളും തെറ്റിദ്ധരിക്കും ഇത് വിറ്റിലിഗോ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വിറ്റിലിഗോ ആണെന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ യൂഷ്വലി വിറ്റിലിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പിഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് പിഗ്മെന്റേഷൻ ആണ്. ഐ മീൻ ഡാർക്ക് പിങ്കിഷ് കളറിലായിട്ടായിരിക്കും നമ്മളെ ആ ഒരു ഏരിയാസിലൊക്കെ ഒരു പിഗ്മെന്റേഷൻ കാണിക്കുക. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു അതൊരു ലോക്കലൈസ്ഡ് ആയിട്ട് കാണിക്കാം അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആയിട്ട് കാണിക്കാം. അതായത് ലിപ്സ്, ഫേസിൽ, കൈകാലുകളിൽ, ജനൈറ്റൽ റീജിയൻ, അങ്ങനെ പല ഏരിയാസിലും ഈ ഒരു വിറ്റിലിഗോന്റെ പിഗ്മെന്റേഷൻ കാണിക്കുന്നതാണ്. ഈ ഒരു വിറ്റിലിഗോ എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ പല രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ വിറ്റിലിഗോ എന്ന് പറയാം, ജനറലൈസ്ഡ് വിറ്റിലിഗോ എന്ന് പറയാം, സെഗ്മെന്റൽ വിറ്റിലിഗോ എന്ന് പറയാം, അതുപോലെ എക്രോഫേഷ്യൽ വിറ്റിലിഗോ എന്ന് പറയാം. എക്രോഫേഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലും ഫേസിലും ഒക്കെ കാണുന്നതിനാണ് എക്രോഫേഷ്യൽ വിറ്റിലിഗോ എന്ന് പറയാം. അങ്ങനെ പല രീതിയിൽ ഈ ഒരു വിറ്റിലിഗോനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പം ഏതാണ് വിറ്റിലിഗോ അല്ലെങ്കിൽ ഏതാണ് മറ്റു അസുഖം നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താലേ നമുക്ക് സാധിക്കുന്നുള്ളൂ. അപ്പം ആ ഒരു പിഗ്മെന്റേഷൻ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ സൈസ് എത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊരു ഡോക്ടറെ കൺസൾട്ടേഷൻ ചെയ്തതിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഈ ഒരു വിറ്റിലിഗോ അല്ലെങ്കിൽ ഈ ഒരു കേസ് വരുന്നതിന്റെ മുന്നേ നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും സൺ എക്സ്പോഷർ, അതായത് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം ഈ മെലാനിന്റെ സഹായത്തോടെയാണ് നമ്മുടെ ബോഡിയിൽ യു വി റേസിന്റെ ആ ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ അതിന് പ്രൊട്ടക്ട് ചെയ്യുന്നത്, യു വി റേസ് വരുന്നത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ ഒരു മെലാനിന്റെ സഹായത്തോടെയാണ്. അപ്പൊ വിറ്റിലിഗോന്റെ കേസിൽ മെലാനിന്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം കൂടുതലായിട്ടുള്ള ആ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ കുറയുകയും നമ്മളെ ആ ഒരു സൺ എക്സ്പോഷർ കൂടുകയും ചെയ്യുന്നു. അപ്പം ആ ഒരു സൺ എക്സ്പോഷർ കുറയ്ക്കാൻ ശ്രമിക്കുക കഴിവതും. അതേപോലെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അമിതമായിട്ട്, അതായത് ടാറ്റു ചെയ്യുന്ന ആളുകൾ, സ്കിന്നിലൊക്കെ ടാറ്റു ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതും നമ്മളെ ഒരു പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ മെലാനോസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനാണ് നോക്കുന്നത്. ഈ ഒരു വിറ്റിലിഗോ കേസിന് നമ്മൾ ഡയറ്ററി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡയറ്റിന്റെ അകത്ത് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിട്രസ് ഭക്ഷണങ്ങൾ, അതായത് ഓറഞ്ച്, മൊസംബി, അതേപോലെ ടൊമാറ്റോ, ക്രൂസിഫറസ് വെജിറ്റബിൾസ്, അങ്ങനത്തെ സിട്രസ് കണ്ടൻസ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതായത് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. അതേപോലെ തന്നെ റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോർക്ക്, ബീഫ്, മട്ടൺ, അതൊക്കെയാണ് റെഡ് മീറ്റ്. ഇതും കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു പിഗ്മെന്ററി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ വരുന്നതാണ്. ഡയബറ്റിസ്, ഫാറ്റി ലിവർ, ഒബേസിറ്റി, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ ഒരു റെഡ് മീറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതാണ്. പിന്നെ പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ട മെയിൻ കാരണം തന്നെ എല്ലാ രോഗങ്ങൾക്കുള്ളത് തന്നെ ആൽക്കഹോളും സ്മോക്കിങ്ങും. ഇത് രണ്ടും പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റ് പല അസുഖങ്ങളും പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലൂട്ടൻ ആയിട്ടുള്ള ആട്ട, മൈദ, റവ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ധാന്യങ്ങൾ, അതായത് ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. പകരം ഈ ഗ്ലൂട്ടൻ ഒഴിവാക്കിയിട്ട് ഇത്തരം ഫ്രൂട്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഡയറ്റ്, അതായത് വിറ്റിലിഗോ പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ലിനോയിക് ആസിഡ്, ഫോളിക് ആസിഡ്, വൈറ്റമിൻ B12, ഈ 3 ഡയറ്റ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വിറ്റിലിഗോ എന്ന അസുഖത്തെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ആൽഫ ലിനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പംകിൻ സീഡ്സ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ്, നട്ട്സിൽ നോക്കുമ്പോൾ ബദാം, വാൾനട്ട്സ് ഒക്കെ, ഇതൊക്കെ കൂടുതലായിട്ടും ആൽഫ ലിനോയിക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതേപോലെ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ മിൽക്ക് അല്ലെങ്കിൽ ലീഫി വെജിറ്റബിൾസ്, ഫിഷ് അല്ലെങ്കിൽ ചിക്കൻസ്, ഇതിന്റെ അകത്ത് കൂടുതലായിട്ടും വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പൊ വൈറ്റമിൻ B12ന്റെ കുറവ് മൂലം നമുക്ക് അനീമിയയിലേക്ക് വരെ അസുഖം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ കൂടുതലായിട്ടും വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക. അതേപോലെ തന്നെ ഉൾപ്പെടുത്തുന്നതാണ് ആൽഫ ലിനോയിക് ആസിഡ്, അതേപോലെ തന്നെ ഫോളിക് ആസിഡ് പ്രഗ്നന്റ് ലേഡീസിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഈ ഒരു വിറ്റിലിഗോ വരാനുള്ള ഒരു ചാൻസ് കുറയ്ക്കാവുന്നതാണ്. ഈ ഒരു 3 ഡയറ്റ് നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്